പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം മുതൽ. ദീപം മറച്ച് വയ്ക്കരുത്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. ഇവിടെ എന്താണ് വിളക്ക്? വിളക്ക് നമ്മൾ തന്നെ, നമ്മുടെ ജീവിതം തന്നെ. അന്ധകാരത്തിൽ വസിച്ചിരുന്ന നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ, ക്രിസ്തു നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരുന്നു. അപ്രകാരം പ്രകാശിക്കുന്ന ജീവിതങ്ങൾ ഗോപ്യമായി വയ്ക്കേണ്ടവയല്ല, ഒളിച്ചു വയ്ക്കേണ്ടവയല്ല. ക്രിസ്തുവിൻ്റെ സ്പർശനത്താൽ പ്രകാശിതമായ ജീവിതങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനായി, ക്രിസ്തുവിനോട് അടുത്ത് വരുവാനായി ആഗ്രഹിക്കുന്നവർക്ക്, ക്രിസ്തുവിന് ആവശ്യമുള്ളവർക്ക്, അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് വെളിച്ചം നൽകുന്ന വിളക്കുകളായി നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ ജീവിതമാകുന്ന സാക്ഷ്യങ്ങൾ ഉപകരിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മളും അന്ധകാരത്തിൽ ആയിരുന്നു. ക്രിസ്തു നമ്മളെ സ്പർശിച്ചപ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞപ്പോൾ, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമായി. ഇനിയും അന്ധകാരത്തിൻ്റെ പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ വെളിച്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്രകാരം മനസ്സിലാക്കിയവർ ഇപ്പോഴും അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക്, ഇരുട്ടിൻ്റെ തടവറകളിലായിപ്പോയവർക്ക്, പാപത്തിൻ്റെ പാതയിൽ ചരിക്കുന്നവർക്ക്, ക്രിസ്തുവിനെ അറിയാത്തവർക്ക്, ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ മാധുര്യം, അതിൻ്റെ ഭാരക്കുറവും അറിയാത്തവർക്ക് വെളിച്ചമായി അത് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക്, ക്രിസ്തുവിൻ്റെ വെളിച്ചം ലഭിച്ചവർക്ക് ഉണ്ട്. വീണ്ടും പറയുന്നു, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. അപ്പോൾ ഇവിടെ ഒരു ഡേഞ്ചറും പതിയിരിക്കുന്നുണ്ട്. ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭക്തി നമ്മൾ അഭിനയിച്ചാൽ അതും വെളിപ്പെടും. അതേസമയം നമ്മൾ നീതിയുടെ പാതയിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരാണെങ്കിൽ തക്ക സമയത്ത് അതും വെളിപ്പെടും. അപ്പം അതുകൊണ്ട് ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നത് നമുക്ക് നിർത്താം.
നമ്മുടെ ഹൃദയ പരിശുദ്ധിക്കായി, നമ്മുടെ ഹൃദയ നൈർമല്യത്തിനായി, നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനായി നമുക്ക് കർത്താവിനോട് കേണ് അപേക്ഷിക്കാം. അപ്രകാരം നമുക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചം കുറച്ചെങ്കിലുമൊക്കെ ലഭിക്കുമ്പോൾ, അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ, നമ്മെപ്പോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് പകർന്ന് കൊടുക്കുകയും ചെയ്യാം. ഈ ആവശ്യമുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ. അത് തടവറയിലായിപ്പോയവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലിറ്ററലി നമ്മുടെ വിചാരം ജയിലിൽ കിടക്കുന്നവരാണെന്ന്. ഏകാന്തതയുടെ തടവറയിൽ കിടക്കുന്നവരുണ്ടാകാം, നിരാശയുടെ തടവറയിൽ കിടക്കുന്നവരുണ്ടാകാം. ഇവർക്കൊക്കെ നമ്മൾ ക്രിസ്തുവിനെ പകർന്ന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് ക്രിസ്തു അനുയായികളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ തന്നെ വെളിച്ചമുള്ളവരാകാം. അതുപോലെ തന്നെ നമ്മൾ പ്രകാശത്തിൽ വസിക്കുന്ന ബോധ്യം നമുക്കുള്ളപ്പോൾ ആ പ്രകാശം ഏറ്റവും ആവശ്യമുള്ള അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമ്മൾക്ക് ഉണ്ട്. വീണ്ടും 21-ാം വചനം പറയുന്നു, അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പോൾ വെറുതെ വചനം വായിച്ചിരുന്നിട്ട് കാര്യമില്ല. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വചനാധിഷ്ഠിതമായി ജീവിക്കുകയും അപ്രകാരം നമ്മുടെ ജീവിതം തന്നെ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് വെളിച്ചമുള്ളതായി തീരും. അപ്രകാരം വെളിച്ചമുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തമാണ് ആ വെളിച്ചം ഇപ്പോഴും അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് തക്ക സമയത്ത് പകർന്ന് കൊടുക്കുക എന്നുള്ളത്. അപ്പം ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷണങ്ങൾ നമുക്ക് ക്രിസ്തുവിനാൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ മാറ്റിക്കളഞ്ഞ് കൂടുതൽ വിവേകമുള്ള, കൂടുതൽ ശോഭയുള്ള മനുഷ്യരായി നമുക്ക് മാറാം. അപ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണിലെ തടിക്കഷ്ണങ്ങൾ എടുത്തു മാറ്റാൻ ഉതകുന്ന കാഴ്ച അല്ലെങ്കിൽ വെളിച്ചം കർത്താവ് നമ്മൾക്ക് നൽകും. അപ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വന്തം ജീവിതങ്ങളെ നമുക്ക് കൂടുതൽ ക്രിസ്തുവിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ക്രിസ്തീയ ശോഭയുള്ളതാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധിയിൽ നിറഞ്ഞ് തുളുമ്പുന്നതാകട്ടെ നമ്മുടെ ജീവിതങ്ങൾ. അതിന് വിഘ്നമായി നിൽക്കുന്ന എല്ലാം വചനാധിഷ്ഠിതമായ രീതിയിൽ ക്രമേണ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിവേകത്തിലേക്ക്, ഈ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.